പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. ഇറാൻ തിരിച്ചടിക്കുന്നു. ഇസ്രായേലിനെതിരെ ടെലവീവിൽ വീണ്ടും ഉഗ്ര സ്ഫോടനങ്ങൾ എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സിപ്പോറ മേർ, മലയാളി കൂടിയായ സിപ്പോറ മേർ, ഇസ്രായേലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ അവിടെ നിന്നുള്ളത്? ഇപ്പോൾ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ? ഹലോ, ഗ്രീറ്റിംഗ്സ് ഫ്രം ഇസ്രായേൽ. ഐ എം സിപ്പോറ മേർ. ഞാൻ കേരളത്തിൽ ജനിച്ചാണ്, എറണാകുളത്ത് ജനിച്ചതാണ്. ഇപ്പൊ മൈഗ്രേറ്റഡ് ടു ഇസ്രായേൽ മെനി ഇയേഴ്സ് അഗോ. ഇപ്പൊ വളരെ ടെൻസ് സിറ്റുവേഷൻ ആണ്. ഇന്നലെ രാത്രി മുഴുവൻ ഒരു 4 പ്രാവശ്യം ഞങ്ങള് ഷെൽട്ടർ. ഇപ്പോഴും അതെ, ഇപ്പോഴും 10 മിനിറ്റിന് മുമ്പും ഞങ്ങൾ ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ. വളരെ വളരെ പ്രയാസം, ടെൻസ് സിറ്റുവേഷൻ ആണ്. പക്ഷേ നമ്മൾ ഇതറിയാം, ഞങ്ങൾക്കറിയാം ഹൗ ടു കോപ്പ് വിത്ത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. പലതവണ ഇസ്രായേൽ ഇത്തരം സിറ്റുവേഷനിൽ കൂടെ പോയതാണല്ലോ. അപ്പോൾ താങ്കൾ അവിടെ ഉള്ള സമയത്ത് തന്നെ ആയിരിക്കുമല്ലോ സിറ്റുവേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ അറ്റാക്ക് കൂടുതൽ പേടിപ്പിക്കുന്നതാണോ? അതോ ഈ ബങ്കറുകളും ഷെൽട്ടറുകളും ഇരിക്കുന്നത് സേഫ് ആണ് എന്ന് തന്നെയാണോ? പ്രത്യേക എന്തെങ്കിലും അലർട്ട് ഉണ്ടോ അവിടെ? സേഫ് ആണ്. All bunkers are safe, but always there is some mishaps. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് Iron Dome system intercept almost all of them, but there are some mishaps. So ഇപ്പോഴും ഒരെണ്ണം വീണിട്ടുണ്ട്, ഒരു ഏരിയയിൽ വീണിട്ടുണ്ട്, കുറച്ച് ഡാമേജ് ഉണ്ട്. Of course there are damages and also casualties. പക്ഷേ we are safe in Israel. We have proper defense systems protect us. ടെലവീവിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഇറാൻ പറഞ്ഞിരുന്നല്ലോ. ഇറാൻ അങ്ങനത്തെ ഒരു ത്രെട്ട് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാരെ പാനിക് ആക്കിയിട്ടുണ്ടോ? അത് ഒട്ടുമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലും ഇതിലാണ്. ഇതിപ്പോ 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ ഇത് ഗാസയിൽ നിന്നും ലെബനോനിൽ നിന്നും എവിടുന്ന് എല്ലായിടത്തും ഉള്ളതാണ്. ബട്ട് ഇസ്രായേൽ ഫൈറ്റ് ബാക്ക് ആൻഡ് ഇസ്രായേൽ is succeeding in that. അതായത് ഇത് ഇനി എത്ര സമയത്തേക്ക് ഇത് പ്രൊലോങ് ചെയ്ത് പോകും? ഇതൊരു ശരിക്കൊരു പ്രോപ്പർ വാറിലേക്ക് കടക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഇസ്രായേലിലുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻസ് സിറ്റുവേഷൻ അവിടെ ഉണ്ടോ? അറ്റ് ദ മൊമെന്റോ ചിലപ്പോ കുറച്ച് ദിവസം കൂടി എടുക്കും എന്നാണ് പറയണത്. പക്ഷേ യു കനോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ്. ഈ ഇസ്രായേലിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കേഴ്സിനെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ നേരത്തെ മൈഗ്രേറ്റ് ചെയ്തതാണ്, നിങ്ങൾ ഇസ്രായേൽ സിറ്റിസൺസ് ആണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇല്ല. നോട്ട് അറ്റ് ഓൾ. എല്ലാവരും വളരെ ഞങ്ങൾ സേഫ് ആണ്. ഞങ്ങൾ ഇപ്പൊ ഇത് സൈറൻ അടിക്കുമ്പോ ഷെൽട്ടർ റൂമിലോ സേഫ്റ്റി റൂമിലോ കെയർ ചെയ്യണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. ഇറ്റ് പ്രൊട്ടക്ട്സ് us. അപ്പൊ ആരും പുറത്തോട്ട് അങ്ങോട്ട് നോ സച്ച് സിറ്റുവേഷൻ നൗ. എത്ര സമയം ഈ സൈറൻ അടിച്ച് എത്ര സമയം നിങ്ങൾക്ക് ഷെൽട്ടർ റൂമിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും? എത്ര നേരം അതിനകത്ത് നിന്നാലാണ് പിന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റുക? അവര് പറഞ്ഞവരെ ഹോം ഫ്രണ്ട് പറയണത് വരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ക്ലിയർ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ. യൂഷ്വലി എത്ര സമയമാണ് ഇരിക്കേണ്ടി വരാറുള്ളത് സാധാരണ? ഇപ്പോഴൊക്കെ ഷെൽട്ടറിലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. On and off we were last night on and off we were in the shelter. 12 മണിക്ക് ഒരു അരമണിക്കൂർ ഇരുന്നു. പിന്നെ 3 മണിക്കായപ്പോ പിന്നെ ഒരു another half an hour. പിന്നെ 5 മണിക്ക് കയറിയപ്പോ 20 മിനിറ്റ്. ഇപ്പോഴ് ഒരു 20 മിനിറ്റ് പിന്നെ ഇരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് ഇപ്പോഴും ഉണ്ടായിരുന്നു. ചില സമയത്ത് 2 മണിക്കൂർ വരെയൊക്കെ ഇരിക്കാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ, ഡിപ്പെൻസ് on the barrage of missiles they send. So until we know it is all clear, we get the all clear signal, we cannot go out. അതായത് ഒരു ലെസ് ദാൻ 2 hours അല്ലെങ്കിൽ 3 hours ആണ് മാക്സിമം ഇരിക്കേണ്ടി വരിക. ബാക്കിയുള്ള ഫെസിലിറ്റീസുകളൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഇസ്രായേൽ. എല്ലാവരും ഫുള്ളി ഓക്യുപ്പൈഡ്. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ പോകുമ്പോ തന്നെ കയ്യിൽ കുറച്ച് ഭക്ഷണമായിട്ട് ഇരിക്കണം. എപ്പോഴാണ് ഇറങ്ങാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ
മിക്കവാറും ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും എല്ലാവരും പ്രിയോക്യുപ്പൈഡ് കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കുള്ളവരെല്ലാവരും അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കും. ഇത് യൂസ്ഡ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. യൂസ്ഡ് ആണ്, അത് യു ഡോണ്ട് വാണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ unfortunately we are used for that. If that situation over 1 year and 8 months since the October 7 war broke out in Gaza. Since then, from ഹിസ്ബുള്ളയുടെ അറ്റാക്സും ലെബനോനിന്നും ഹിസ്ബുള്ളയും ഹൂത്തീസ് കഴിഞ്ഞ മാസം ഒരു 40-50 ഇതുണ്ട്. പക്ഷേ ഇറാനുള്ളത് വളരെ ഇന്റൻസിഫൈ ആണ്. അവർ 1-2 ഇതല്ല, ഇത് ബാരേജ് ഓഫ് മിസൈൽ ഡിസെൻഡ്. സോ വി ഹാവ് ടു ബി മോർ പ്രിക്കോഷ്യസ്. വി ഹാവ് ടു നീഡ് ആൻഡ് വി ഹാവ് ടു ബി മോർ ടൈം in the shelter. യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷെ ഇതൊരു ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആൾക്കാർ ജോലിക്ക് പോകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ it affects daily life, of course. ഇപ്പൊ ഇന്ന് എല്ലാവരും എന്റെ മക്കളെല്ലാവരും ജോലി എടുക്കുന്നത് വീട്ടിൽ നിന്നാണ്. അവരെല്ലാവരും ജോലി ഉണ്ട്, പക്ഷെ വീട്ടിൽ നിന്നാണ് ജോലി എടുക്കുന്നത്. എന്താണ് അഫ്കോഴ്സ് ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് പോകാൻ ചെയ്തിരുന്നുണ്ട്. അപ്പോഴേക്കും ഇത് വന്ന് അപ്പൊ തന്നെ ഇത് ഇപ്പൊ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ വി ഗോട്ട്, ബട്ട് വി ഡു run our life as normal as possible according to the situation. കുറെ കാലം മുൻപ് ഇസ്രായേലിലേക്ക് പോയ ഒരുപാട് മലയാളികളുണ്ട്. താങ്കൾ അടക്കമുള്ളവരുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഇതുമായിട്ട് യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഇതൊരു ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നില്ല. യു ആർ ഗെറ്റിംഗ് അലോങ് വിത്ത് സിറ്റുവേഷൻ. We are getting along with the situation. Absolutely, we are getting along. We have no other choice. It's a war of no choice. Because before this Yemen, Iran people, destroy Israel, we have to strike back for our safety, for Israel's existence. ഇപ്പോൾ ഈ ഒരു വാർ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മൂവ്മെന്റിന്റെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിലുള്ള നിങ്ങൾ കരുതുന്നത് ഇസ്രായേൽ ഇസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്, ഇത് പ്രോപ്പർ മൂവ്മെന്റ് ആയിട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിലുള്ള സിറ്റിസൺസ് വിശ്വസിക്കുന്നത്, അല്ലേ? Exactly. We have no other choice but to defend ourselves. It's a war of no choice. ഇത് ചെയ്തില്ലെങ്കിൽ അവര് നമ്മളെ ന്യൂക്ലിയർ ഐറ്റം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഇസ് എ വെരി ടൈനി കൺട്രി, one third of Kerala only, and less than 10 million people. So if we won't protect us, we will be destroyed. So we have no choice but to fight back and to protect ourselves. That is how our government is doing, and what that Israeli authorities are doing. Okay. Full-hearted. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുന്നത്, ഇസ്രായേൽ സ്വന്തം കൺട്രി ആയിട്ട് നിങ്ങൾ സ്വീകരിച്ചതാണ്, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ ഗെറ്റിംഗ് അലോങ് ആണ്. എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടണമെന്നോ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കണമെന്നോ എന്നുള്ള ഒരു ആവശ്യവും അവിടെ നിന്ന് ഉള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നില്ല. No, not at all. We Israeli, and we are proud to be an Indian citizen, as that we belong to Indian community in Israel. ഓക്കെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾക്ക് മറ്റെന്തെങ്കിലും അലർട്ടുകൾ ഉണ്ടോ? കൂടുതൽ അലർട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തൽക്കാലത്തേക്ക് ഷെൽട്ടറിൽ നിന്ന് പുറത്തു വന്നു എന്നാണല്ലോ പറഞ്ഞത് തുടങ്ങിയത്. മറ്റെന്തെങ്കിലും അലർട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇത് ഡിപ്പെൻസ് എങ്ങനെ അവര് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി പീസ് ട്രീറ്റി ഉണ്ടാകണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. If not, if they want to escalate the war, then we have to be more cautious and live according to that situation. ഓക്കെ. ഒറ്റ സെക്കൻഡ് തിരികെ എത്താം സിമോറ. ഒറ്റ സെക്കൻഡ്. നമുക്കിപ്പോൾ അല്പം മുൻപും ടെലവീവിൽ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ്, അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. സൈറൻ മുഴങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ടെലവീവിലും ജെറുസലേമിലും എയർ സൈനുകൾ മുഴങ്ങുന്നു. യുദ്ധ സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി മലയാളി വംശജയായ സിപ്പോറ നമുക്കൊപ്പം ചേരുമ്പോൾ, സിപ്പോറ മേയർ, ഇത് ഒരു എയർ സൈറങ്ങൾ മുഴങ്ങുന്നത് ഇതൊരു വാർ സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൈനാണോ? അല്ല,
അല്ല അല്ല ഇത് അലേർട്ട്, മിസൈൽ അലേർട്ട് ആണ്. ഇപ്പൊ ഞാൻ എന്റെ ഫോണ് അടുത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. അതിന്റെ അലേർട്ട് കിട്ടും, മിസൈൽ അലേർട്ട് കിട്ടും. some minutes ago, then we need another alert, go into the safety room. ഇപ്പൊ അങ്ങനെ ഒരു അലർട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഷെൽട്ടർ റൂം ഉണ്ട്. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മിക്ക ഹാബിറ്റാറ്റ്സിലും അത്തരം റൂമുകൾ ഉണ്ട് ഇസ്രായേലിൽ അല്ലേ? all around Israel, also on roadsides we have, also on and public shelters are also എല്ലായിടത്തും ഉണ്ട്. അത് ഷോപ്പിംഗ് മോൾ പോലെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം ഷെൽട്ടറുകൾ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വാറിന്റെ സിറ്റുവേഷൻ ഉണ്ട് എന്ന തരത്തിലുള്ള അലർട്ടുകളൊന്നും ഇപ്പോൾ ഇതുവരെ ഇസ്രായേൽ നേറ്റീവ്സിന് കിട്ടിയിട്ടില്ല. ഇല്ല, we are in war. We are in war with Iran from the Friday morning onwards. അല്ല, ഒരു പ്രൊലോങ്ഡ് പ്രോപ്പർ വാറിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള അലർട്ടുകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അറ്റാക്സ് ഉണ്ടെങ്കിലും അതൊരു പ്രോപ്പർ വാർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അത് വാർ തന്നെയാണ് എന്നാണ് ഇസ്രായേൽ നേറ്റീവ്സ് കരുതുന്നത് അല്ലേ? Declared we are in war right now. We are in war with Iran. ഇനി ഇപ്പോ നിങ്ങൾ ഉള്ളത് എവിടെയാണ്? ടെലവീവിലല്ലേ? അല്ലോ, ഞാൻ താമസിക്കുന്നത് റാംല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് മലയാളി ജ്യൂസും ഉണ്ട്, ഇന്ത്യൻ ജ്യൂസും ഉണ്ട്. വെരി ക്ലോസ് ടു എയർപോർട്ട്. അതായത് ഇനി ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറണമെന്നൊന്നും? ടെലവീവിനായിട്ട് about 40 minutes drive. We are in Ramla city is in between Tel Aviv and Jerusalem. So all the air sirens we get everything, because we are actually in the center of Israel. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നിടത്ത് സേഫ് തന്നെയാണോ അതോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടോ? ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എന്റെ മുറിയിലാണ്. അത് സേഫ് അല്ല. ഇപ്പൊ എയർ അലേർട്ട് കിട്ടുമ്പോ, മിസൈൽ അലേർട്ട് കിട്ടുമ്പോ അപ്പൊ തന്നെ ഞാൻ ഞങ്ങളുടെ സേഫ്റ്റി റൂമിലോട്ട് കയറും, വാല് പൂട്ടും. അല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ഈ സ്ഥലത്ത് നിന്ന്? അങ്ങനെയൊന്നുമില്ല അല്ലേ? എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാണ്. എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയാണ്. ഇസ്രായേൽ is a very tiny country. It's from north to south 6 hours we finish the country. So എവിടെയും ഇസ്രായേൽ മുഴുവനും അലേർട്ട് same level. Some places more, sometimes places less. സിപ്പോറമേർ, ഒറ്റ കാര്യം കൂടെ, നിങ്ങൾ ഇസ്രായേലിലേക്ക് നേരത്തെ പോയ ആൾക്കാരാണ്, നിങ്ങൾ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് ഇതിനൊപ്പമാണ്, ഒരിക്കലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. പക്ഷേ ഈ തൽക്കാലത്തേക്ക് ജോലിക്കൊക്കെ ആയിട്ട് പോയ 1-2 വർഷത്തേക്ക് പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ പാനിക്കണ്ട, അവരുടെ കുടുംബം എല്ലാം നാട്ടിലായതുകൊണ്ട്. അങ്ങനെയുള്ളവരുടെ സ്ഥിതി എന്താണ്? അവരെ സേഫ് ആയിട്ട് നിർത്തും. We migrated to Israel in the 70s. Our family migrated to Israel in the 70s. I am a former Theresian. I'm proud to be a former Theresian. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഇന്ത്യക്കാര്, ഒരു ജോലിക്കാര്, കെയർ ഗിവേഴ്സ് ഉണ്ട്. അവരെല്ലാവരും വളരെ സേഫ് ആണ്. എല്ലാവരും വളരെ സേഫ്. അവരുടെ ആ പ്രിക്കോഷൻസും ഉറപ്പാക്കുന്നുണ്ട് അവിടുത്തെ ഭരണകൂടം അല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യൻ എംബസി അതിനെ take care of them completely. Whatever necessities they need, they provide them. ഇസ്രായേൽ ഗവൺമെന്റും അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ ഈ വരുന്ന മൈഗ്രന്റ് ലേബേഴ്സിന്? Equally, the Israel government treat them equally like us. ഈ പുറത്തു നിന്ന് ഇപ്പം കേരളത്തിലടക്കം എന്നോട് പറഞ്ഞു, ഫോർമർ തെരേസ്യനാണെന്ന് പറഞ്ഞു, എറണാകുളത്തടക്കം ഇത് ഒരു പല തരത്തിലാണ് ഈ വാറിനെ കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇസ്രയേൽ നിന്നുകൊണ്ട് ബീങ് എ പാർട്ട് ഓഫ് ഇസ്രയേൽ സിറ്റിസൺഷിപ്പ്, ഒരു ഫോർമർ ഇന്ത്യനായിട്ട് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയുക? പരിപൂർണമായിട്ട് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണല്ലോ സ്വാഭാവികമായിട്ട് എടുക്കുക. I'm proud to be an Indian also. We stand with Israel in its fight against terror, fights against and we are fighting for our existence, Israel's existence, mere existence. Iran's nuclear is a heavy threat to us. So our government is doing its best to protect us, protect the nation. So we are standing with our country, and we are praying for peace, and we are trying to get
out of this situation as best as possible. And Israel doesn't have any other choice than this. അതുകൂടിയുണ്ട് അല്ലേ? Not at all. It's a mere question of existence for Israel. It's called also no option for us to rather than take care of this, take care of the missile, the nuclear of Iran. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിലനിൽക്കില്ല. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ. അപ്പൊ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഗവൺമെന്റും we are proud of our defense system, Israeli defense system. They are protecting us, and we hope most it will be over by God's grace soon in a better way. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത് സിപ്പോറ മേർ, ഈ ഇസ്രയേൽ നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിനിവേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇത് വലിയൊരു ആക്രമണം ഇറാനിൽ നിന്നുണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ ഇസ്രായേലിന് മറ്റൊരു വഴിയുമില്ല എന്ന് കൂടി. Exactly, it's a preventive action to save our country. ഓക്കെ, വളരെ അധികം നന്ദി സിപ്പോറ മേർ. നമുക്കൊപ്പം ചേർന്നത് റംല സിറ്റിയിൽ നിന്ന് ജെറുസലേമിനും ടെഹ്റാനും ടെൽ അവീവിനും ഇടയിലുള്ള സ്ഥലത്തിനാണ്. ഏതായാലും ടേക്ക് കെയർ, സുരക്ഷിതയായിരിക്കൂ താങ്കളും ഒപ്പം താങ്കളുടെ കൂടെയുള്ളവരും. തീർച്ചയായിട്ടും അവരടക്കമുള്ള മലയാളി കേരള വംശജർ സുരക്ഷിതരാണ്. വേണ്ട തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇസ്രായേൽ ഭരണകൂടം ഏർപ്പെടുത്തുന്നതെന്ന് പറയുന്നു. ഈ തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പബ്ലിക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് പോവുകയാണ്. അതിനുള്ള രീതിയാണ് ഒരു പക്ഷേ വലിയ യുദ്ധഭീതി എന്ന് കേരളത്തിലുള്ളവർ പോലും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ നിന്ന് ജോലിക്കായി തൽക്കാലത്തേക്ക് പോയിരിക്കുന്നവരുടെ പോലും സുരക്ഷ കൃത്യമായി ഉറപ്പുവരുത്താൻ അവിടെയുള്ള ഇന്ത്യൻ എംബസിക്കും ഒപ്പം ഇസ്രായേൽ ഭരണകൂടത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഉറപ്പാക്കപ്പെടുന്നത് എന്നുകൂടിയാണ് സിപ്പോറ മേർ നമ്മളോട് പറഞ്ഞത്.